നമ്മൾ ഈ കാണുന്ന ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്താനേ കർഷകർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഏലകൃഷി എന്ന് പറയുന്നത് കഠിനാധ്വാനവും കൺസിസ്റ്റൻസിയും ഒക്കെ ആവശ്യമുള്ള ഒരു ജോലിയാണ്. അതിൻ്റെ ഇടയ്ക്ക് മഴ വന്നിട്ടുണ്ടെങ്കിൽ ഏലച്ചെടികൾ അഴുകുകയും വെയിൽ വന്നാലുണ്ടല്ലോ അത് വാടിപ്പോവുകയൊക്കെ ചെയ്യും. എല്ലാത്തിനും അവസാനം അവർക്കൊരു ഹാപ്പിനെസ് കിട്ടണമെങ്കിലേ, ഇതുപോലത്തെ ഈ ചെടി കാണണമെങ്കിലേ നമ്മുടെ പ്രകൃതിയും ദൈവവും പിന്നെ നല്ലവരായിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സും കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഈ കാണുന്ന ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്താനേ കർഷകർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഏലകൃഷി എന്ന് പറയുന്നത് കഠിനാധ്വാനവും കൺസിസ്റ്റൻസിയും ഒക്കെ ആവശ്യമുള്ള ഒരു ജോലിയാണ്. അതിൻ്റെ ഇടയ്ക്ക് മഴ വന്നിട്ടുണ്ടെങ്കിൽ ഏലച്ചെടികൾ അഴുകുകയും വെയിൽ വന്നാലുണ്ടല്ലോ അത് വാടിപ്പോവുകയൊക്കെ ചെയ്യും. എല്ലാത്തിനും അവസാനം അവർക്കൊരു ഹാപ്പിനെസ് കിട്ടണമെങ്കിലേ, ഇതുപോലത്തെ ഈ ചെടി കാണണമെങ്കിലേ നമ്മുടെ പ്രകൃതിയും ദൈവവും പിന്നെ നല്ലവരായിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സും കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ.